ഇനി നോക്കാൻ പോകുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. 1988 ഗാഡ്ഗിൽ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തത്. എന്നാണ് 1988 അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റിയെ കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാംസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാംസ് എന്നറിയപ്പെടുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. ഏത് കമ്മിറ്റിയാണ്? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാംസ് എന്ന് അറിയപ്പെടുന്നത്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഏത്? ഗാഡ്ഗിൽ കമ്മിറ്റി. എന്താണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. INC ആണ് കമ്മിറ്റിയെ നിയമിച്ചത്. INC എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കമ്മിറ്റിയെ നിയമിച്ചത്. 1988 പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിനായിട്ട് INC നിയമിച്ച കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റിയെ കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാംസ് എന്നും അറിയപ്പെടുന്നുണ്ട്. കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിയാൽ എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്ന് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുകയുണ്ടായി. എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്നെന്താണ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുകയുണ്ടായി. അതുപോലെ എന്താണ്? പഞ്ചായത്തി രാജ് ഒരു ത്രിതല സംവിധാനത്തിനെ റെക്കമെൻഡ് ചെയ്തു. എന്താണ് ത്രിതല സംവിധാനം? എന്താണ്? 3 ടയറായിട്ടുള്ളൊരു സിസ്റ്റം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഏത് കമ്മിറ്റി? ഗാഡ്ഗിൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ലെവലുകളിലായിട്ട് എന്താണ് ഒരു 3 ടയർ സംവിധാനത്തിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആര്? ഗാഡ്ഗിൽ കമ്മിറ്റി. അതോടൊപ്പം പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ നേരിട്ടുള്ള ഇലക്ഷൻ നടത്തണമെന്നും എന്താണ് അതിനെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാണ്? ഗാഡ്ഗിൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുകയുണ്ടായി. എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ നേരിട്ടുള്ള ഇലക്ഷൻ നടത്തണമെന്നും അങ്ങനെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വേണമെന്ന കാര്യങ്ങളും എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ പറയുന്നുണ്ട്. അതോടൊപ്പം SC/ST സംവരണത്തെ പറ്റിയിട്ടും പറയുന്നുണ്ട്. എവിടെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ SC/ST സംവരണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം എന്താണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനും ശുപാർശ ചെയ്യുന്നത് ഏത് കമ്മിറ്റിയാണ്? ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റി, അതിനെ കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാംസ് എന്നാണ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്. 1988 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തത്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഇത്? ഗാഡ്ഗിൽ കമ്മിറ്റി. കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടനാ പദവി നൽകണം. ത്രിതല സംവിധാനത്തെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നേരിട്ടുള്ള ഇലക്ഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തേണ്ടതെന്ന് പറയുന്നുണ്ട്. SC/ST സംവരണത്തെ പറ്റിയിട്ട്, SC/ST റിസർവേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റിയിട്ട് എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വേണം എന്ന് പറയുന്നുണ്ട്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവിടെ സംസ്ഥാന ധനകാര്യ കമ്മീഷനും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെയും ആവശ്യകത പറയുന്നത് എന്തിനാണ്? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് പറയുന്നത്. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്താണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വേണമെന്ന് പറയുന്നതും അതുപോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വേണമെന്നും ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ എന്താണ് 1988 ഗാഡ്ഗിൽ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC ആണ്. എന്താണ് 1988 ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയെ ആരാണ് അപ്പോയിൻ്റ് ചെയ്തത്? INC ആണ്. അതോടൊപ്പം പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു? ഭരണഘടനാ പദവി നൽകണം. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടനാ പദവി നൽകണം. ഒരു ത്രിതല സംവിധാനം 3 ടയർ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നേരിട്ടുള്ള ഇലക്ഷനാണ് നടത്തേണ്ടതെന്ന് പറയുന്നുണ്ട്. SC/ST സംവരണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആവശ്യകത എന്താണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യത്തിലെന്നും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും എവിടെ പറയുന്നുണ്ട്? ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ പറയുന്നുണ്ട്.